നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 ഹിസ്റ്ററി ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള വൺ വേർഡുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ വെറുതെ അങ്ങ് പറയുകയല്ല, നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറിൽ ആ ഒരു ചോദ്യപേപ്പറിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെയാണ് നമ്മളിവിടെ വൺ വേർഡ്സ് കളക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും ഒക്കെ ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചോദ്യം വന്നിട്ടുള്ളത് നോക്കൂ, പ്രയാഗ പ്രശസ്തി എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ആരായിരുന്നു? പ്രയാഗ പ്രശസ്തി ആരുടേതായിരുന്നു? ഹരിസേന. ഓക്കെ, ഹരിസേനൻ എഴുതിയതാണ് ഇത് പ്രയാഗ പ്രശസ്തി എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വൺ വേർഡാണ്. ഓക്കെ, പ്രയാഗ പ്രശസ്തി ആരുടേതാണ്? ഹരിസേനൻ്റേതാണ് ഇത് പ്രയാഗ പ്രശസ്തി എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദേവപുത്ര. ദ ടൈറ്റിൽ ദേവപുത്ര വാസ് അഡോപ്റ്റഡ് ബൈ. ദേവപുത്ര എന്ന് പറയുന്ന എന്താണ് വിശേഷണം സ്വീകരിച്ച രാജവംശം ഏതായിരുന്നു എന്നുള്ളതാണ്. കുഷാനാസ് ആണ്. ഓക്കെ, കുഷാനന്മാരാണ് എന്ത് ചെയ്തത്? ദേവപുത്ര എന്ന് പറയുന്ന വിശേഷണം അഥവാ ടൈറ്റിൽ എന്ത് ചെയ്തത്? സ്വീകരിച്ചത്. കുഷാനന്മാരാണ് ദേവപുത്ര എന്ന് പറയുന്ന ടൈറ്റിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത് വരുന്നത് മൂന്നാമത്തെ ചോദ്യമാണ്. നമ്മുടെ ദ പ്ലേസ് വെയർ ബുദ്ധ ഗേവ് ഹിസ് ഫസ്റ്റ് സെർമൺ. നമ്മുടെ ബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയത് എവിടെ വെച്ചിട്ടാണെന്നുള്ളതാണ്. സാരനാഥാണ് ആൻസർ വരുന്നത്. ഓക്കെ, സാരനാഥിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ബുദ്ധൻ തൻ്റെ ആദ്യത്തെ പ്രഭാഷണം നടത്തിയത് സാരനാഥിൽ വെച്ചിട്ടാണ്. എക്സ്ട്രാ ആയിട്ട് ഒരു 2-3 കാര്യങ്ങൾ കൂടി പറയുന്നു. എവിടെ ലുംബിനി നമുക്ക് ഓപ്ഷനിൽ കാണാൻ പറ്റും. ലുംബിനി എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധൻ ജനിച്ച സ്ഥലമാണ് ലുംബിനി എന്ന് പറയുന്നത്. അതുപോലെ കുശിനഗരം എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധൻ മരിച്ച സ്ഥലം അഥവാ നിർവ്വാണം അറ്റൈൻ ചെയ്ത സ്ഥലമാണ് എന്ത് ചെയ്തത്? കുശിനഗര എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ബോധ്ഗയ. അല്ലെ, ബോധ്ഗയ കൂടിയുണ്ട്. ബോധ്ഗയ എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധന് എൻലൈറ്റ്മെന്റ് അഥവാ ബോധോദയം ലഭിച്ച സ്ഥലമാണ് ഏത്? ബോധ്ഗയ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ചോദ്യം ചോദിച്ചത് ഫസ്റ്റ് സെർമൺ, ആദ്യത്തെ പ്രഭാഷണം, അത് സാരനാഥാണ്. എന്തായാലും ഈ 4 സ്ഥലങ്ങൾ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട് ഈ 4 സ്ഥലങ്ങളും ഈ 4 സ്ഥലങ്ങളുടെ പ്രത്യേകതയും കൃത്യമായിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് നമ്മുടെ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയത് ആരായിരുന്നു? സ്റ്റോറി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി എന്ന പുസ്തകം രചിച്ചത് ആരായിരുന്നു? എസ്.എൻ. റോയ് ആണ് ഇത് ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് എഴുതിയത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. അവിടെ വരുന്നത് ദ പ്ലേസ് വെയർ വാട്ടർ റിസർവിയേഴ്സ് ഫൗണ്ട് അറ്റ്. ഓക്കെ, ജലസംഭരണി കണ്ടെത്തിയ സ്ഥലം എവിടെയാണ്? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണിത്. ധൊളവീരയായിരുന്നു ആൻസർ. ഓക്കെ, ധൊളവീര എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് വാട്ടർ റിസർവിയർ അഥവാ ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ 5 ചോദ്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് വരുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ASI മീൻസ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരായിരുന്നു എന്നുള്ളതാണ്. ആരാടെ? നമ്മുടെ കണ്ണിങ്ഹാം ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, കണ്ണിങ്ഹാം ആണ് നമ്മുടെ ASIയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന 7ാമത്തെ ചോദ്യം, ദ ഓതർ ഓഫ് എന്താണ്? കുന്തി ഓർ നിഷാദി എന്ന ഗ്രന്ഥത്തിൻ്റെ കുന്തി എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? എവിടെ ഓപ്ഷൻസ് ഇല്ല. കുന്തി ഓർ നിഷാദി എഴുതിയത് മഹാശ്വേത ദേവിയാണ്. ഓക്കെ, മഹാശ്വേത ഓക്കെ, W ആണ്, മഹാശ്വേത ദേവിയാണ് കേട്ടോ. ഓക്കെ, മഹാശ്വേത ദേവി എഴുതിയ ടെക്സ്റ്റ് ബുക്കാണ് ഇത് കുന്തി ഓർ നിഷാദി എന്ന് പറയുന്നത്. മഹാശ്വേത ദേവി കുന്തി ഓർ നിഷാദി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ് സുദർശന ലേക്ക്. ഹൂ ബിൽഡ് ദ സുദർശന ലേക്ക്? സുദർശന തടാകം പുതുക്കി പണിതത് ആരായിരുന്നു? ഓക്കെ, സുദർശന തടാകം പുതുക്കി പണിതത് ആരായിരുന്നു? എൻ്റെ ആൻസർ വരുന്നത് രുദ്രദമനാണ്. ഓക്കെ, രുദ്രദാമനാണ് എന്ത് ചെയ്തത്? സുദർശന തടാകം എന്ത് ചെയ്തത്? പുതുക്കി പണിതത്. സുദർശന ലേക്ക് റിബിൽഡ് ചെയ്തത് ആരാണ്? രുദ്രദാമൻ. അത് കൃത്യമായിട്ട് എല്ലാവരും നോക്കിയിട്ട് പോവുക. ഇനി അടുത്ത് വരുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നോക്കൂ, ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ 2 ഐറ്റംസ് ദ കോളം ആൻഡ് ഫില്ലർ. അതായത് കോളം എയുടെ 2 ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി കോളം ബി പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ദ എ ആയിട്ട് ടാവർനിയർ ഫ്രാൻസ് മീൻസ് ടാവർനിയർ എന്ന് പറയുന്ന വ്യക്തി ഫ്രാൻസിൽ നിന്ന് വന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് ദുവാർട്ടെ ബാർബോസ് എവിടത്തുകാരനാണെന്നാണ് നമ്മളടുത്ത് എന്ത് ചെയ്തിട്ടുള്ളത്? എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ദുവാർട്ടെ ബാർബോസ എന്ന് പറയുന്നത് ആക്ച്വലി പോർച്ചുഗീസുകാരനായിരുന്നു. പോർച്ചുഗീസ് ആണ് വരുന്നത്. ഓക്കെ, പോർച്ചുഗീസുകാരനാണ് ആര്? ദുവാർട്ടെ ബാർബോസ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനി എയ്ന എക്ബാരി എഴുതിയത് അബുൽ ഫസലാണ്. എയ്ന എക്ബാരി എഴുതിയത് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയത് ആരാണ്? അബുൽ ഫസൽ ആയിരുന്നു. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ അടുത്ത് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ എഴുതിയത് ആരാന്നുള്ളതാണ്. അല്ലേ, അപ്പോൾ ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ എഴുതിയത് ആരായിരുന്നു? നമ്മുടെ ബെർണിയർ. ഓക്കെ,
ഫ്രാൻകോയിസ് ബെർണിയർ ആണ് എന്ത് ചെയ്തത്? ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ എഴുതിയത്. ഇനി അതുപോലെ കിതാബ് അൽ ഹിന്ദ് എഴുതിയത് അൽബറൂണി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ റിഹല എഴുതിയത് ആരായിരുന്നു? റിഹല എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് എഴുതിയത് ആരായിരുന്നു? ഇബ്നു ബത്തൂത്തയായിരുന്നു കേട്ടോ. ഇബ്നു ബത്തൂത്തയാണ് എന്ത് ചെയ്തത്? റിഹ്ല എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് എഴുതിയത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് അടുത്ത ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്നറിയോ? മഗൻ എന്ന് പറയുന്ന ഒരു പ്ലേസിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ മഗൻ എന്ന് പറയുന്നത് ഒമാനിനെയാണ് മഗൻ എന്ന് പറയുന്ന സ്ഥലമായിട്ട് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ദിൽമൻ എന്ന് പറയുന്നത് ഏത് സ്ഥലത്തെയാണ്? ദിൽമൻ എന്ന് പറയുന്നത് ബഹ്റൈനിനെയാണ് കേട്ടോ. ബഹ്റൈനിനെയാണ് എന്ത് ചെയ്തത്? ദിൽമുൻ എന്ന് നമ്മൾ ആ ഒരു എന്താ പറയുക ആ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദിൽമിൻ എന്ന് പറയുന്നത് ബഹ്റൈനാണ്. ഓക്കെ ആണല്ലോ? ഇനി അതുപോലെ തന്നെ എവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് മെലൂഹ. ഓക്കെ, നമ്മളെ ഈ ഒരു മകനും ദിൽമനും ഒക്കെ ഉള്ളൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെലൂഹ. ഓക്കെ, MELUHA. മെലൂഹ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പറ്റി പറയുന്നുണ്ട്. അത് ഏത് സ്ഥലമാണെന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ഹാരപ്പയാണ്, അഥവാ ഇൻഡസ് അല്ലേ? ഹാരപ്പയാണ് നമ്മൾ മെലൂഹ എന്ന് പറയുന്നത്. അപ്പോൾ മകൻ എന്ന് പറയുന്നത് ഒമാൻ, ദിൽമൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? ബഹ്റൈൻ ആയിരുന്നു. അതുപോലെ മെലൂഹ എന്ന് പറയുന്നത് ഹാരപ്പ. അപ്പോൾ ഇങ്ങനെ റിലേഷൻ കണ്ടുപിടിച്ച് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട്. നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. നോക്കൂ, ബനവലി എന്ന് പറയുന്നത് ബനവലി എന്ന് പറയുന്നത് ഹരിയാനയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബനവലി എന്ന് പറയുന്നത്. മീൻസ് ബനവലി എന്ന് പറയുന്നത് ഇന്നത്തെ ഹരിയാനയാണ് ബനവലി. ഇത് ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ കലിബംഗൻ എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. രാജസ്ഥാനിലാണ് കലിബംഗൻ. ഇനി ഷോർത്തുഗായ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ് എന്ത്? ഷോർത്തുഗായ് എന്ന് പറയുന്നത്. ധോളവീര എന്ന് പറയുന്നത് ഗുജറാത്താണ് എന്ത്? ധോളവീര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മാച്ച് ദ ഫോളോവിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഈ റിലേഷൻ വെച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ലുംബിനി എന്ന് പറയുന്നത് നമുക്കറിയാം ബർത്ത് പ്ലേസ് ഓഫ് ബുദ്ധൻ്റെ ജന്മസ്ഥലമാണ് എന്ത്? ലുംബിനി. അപ്പോൾ സാരനാഥ് എന്ന് പറയുമ്പോൾ എന്താണ്? ബുദ്ധൻ എന്താണ് ഫസ്റ്റ് സെർമൺ ഡെലിവർ ചെയ്ത ഒരു സ്ഥലമാണ് അല്ലേ? എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രഭാഷണം നടത്തിയ സ്ഥലമാണ് എന്ത്? സാരനാഥ് എന്ന് പറയുന്നത്. ഇനി ബോധ്ഗയ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ദ പ്ലേസ് വെയർ ബുദ്ധ അറ്റൈൻഡ് എൻലൈറ്റ്മെൻറ്റ്. ബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലമാണ് ബോധ്ഗയ. അങ്ങനെയെങ്കിൽ കുശിനഗരം ഏതാണ്? ബുദ്ധൻ നിർവ്വാണം അറ്റൈൻ ചെയ്ത സ്ഥലമാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ബുദ്ധൻ മരിച്ച സ്ഥലം അല്ലേ? അതാണ് കുശിനഗരം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ 4 പ്ലേസസും വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയെങ്കിലുമൊക്കെ തരത്തിലത് ഒന്നുമില്ലെങ്കിൽ മാപ്പിനെങ്കിലും അത് ചോദിക്കാറുണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആ 4 പ്ലേസ് ബുദ്ധനോട് റിലേറ്റ് ചെയ്ത 4 സ്ഥലങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക. ഇനി കോങ്സി എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് വന്ന വ്യക്തിയാണ് ആര്? കോങ്സി എന്ന് പറയുന്നത് ട്രാവലർ അല്ലേ? ചൈനയിൽ നിന്ന് വന്ന ആളാണ് കോങ്സി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സരദൂസ്ട്ര എന്ന് പറയുന്നത് ഇറാൻകാരനാണ്. ഓക്കെ, ഇറാനിൽ നിന്ന് വന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ സരദൂസ്ത്ര എന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് വന്ന ആളാണ്. മഹാവീര ഇന്ത്യക്കാരനാണ്. അപ്പോൾ പ്ലേറ്റോ ഏതാളാണ്? ഗ്രീസിൽ നിന്ന് വന്ന ആളാണ് ആര്? പ്ലേറ്റോ എന്ന് പറയുന്നത് അല്ലേ? ഗ്രീസ്. ഓക്കെ, ഗ്രീസാണ് പ്ലേറ്റോ. ക്ലിയർ? അപ്പോൾ ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ 4 മാർക്കിൻ്റെ ഈ ഒരു ഇത്രയും ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ താഴെ പറഞ്ഞില്ലേ വ്യക്തികളും അവരുടെ സ്ഥലങ്ങളും, ഇതും പലപ്പോഴും വൺ വേർഡായിട്ട് പല തവണയും ചോദിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ഇത് ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോളൂ. വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ദ തമിഴ് വേദ. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. തമിഴ് വേദം എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? 4000 ദിവ്യപ്രബന്ധം. ഓക്കെ, 4000 ദിവ്യപ്രബന്ധമാണ് നമ്മൾ എന്ത് പറയുന്നത്? തമിഴ് വേദം എന്നറിയപ്പെടുന്നത്. 4000 ദിവ്യപ്രബന്ധമാണ് തമിഴ് വേദ എന്നറിയപ്പെടുന്നത്. വളരെ പ്രധാനമാണ് അത്. ഇനി അതുപോലെ തന്നെ ദ ശിവ ടെമ്പിൾ അറ്റ് തഞ്ചാവൂർ വാസ് കൺസ്ട്രക്റ്റഡ് അണ്ടർ ദ പാട്രണേജ് ഓഫ്. തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിക്കാൻ പിന്തുണ നൽകിയ ഭരണാധികാരികൾ ആരൊക്കെയാണ്? ഇത് അധികം നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ചോദ്യമാണ്. ആക്ച്വലി ഇത് ആൻസർ ചോള രാജാക്കന്മാരാണ് കേട്ടോ. അതായത് തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിക്കാൻ പിന്തുണ നൽകിയ ഭരണാധികാരികൾ ആരായിരുന്നു? ചോള രാജാക്കന്മാരായിരുന്നു. നമ്മുടെ 6ാമത്തെ പാഠത്തിലുള്ള സംഭവമാണ് ഇത്. ഇനി അടുത്ത് നമുക്ക് ദ ആൾവാർസ് ആൻഡ് നായനാസ് സാങ് ഹിംസ് ഇൻ പ്രൈസ് ഓഫ് ദർ ഗോഡ്സ് ഇൻ ദ ലാംഗ്വേജ് ഓഫ്. ആഴ്വാരന്മാരും നായനന്മാരും എന്താണ് തങ്ങളുടെ ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ടുള്ള ഗീതങ്ങൾ ആലപിച്ച ഭാഷ ഏതായിരുന്നു എന്നുള്ളതാണ്. തമിഴ് ഭാഷയിലായിരുന്നു. തമിഴന്മാരായിരുന്നു ഈ ആൾവാർസും നായനാസും എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്ന ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതാണ്? വീരശൈവ ട്രഡീഷൻ വാസ് എമർജിങ്. വീരശൈവ പാരമ്പര്യം ആവിർഭിച്ച സ്ഥലം ഏതാണ്? കർണാടകയാണ് അല്ലേ? കർണാടകം, ഒരു ഡൗട്ടും ഇല്ല. കർണാടകമാണ് വീരശൈവ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ബാസവണ്ണയായിരുന്നു അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ആക്ച്വലി ഇവിടെ മാപ്പിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ആൻസർ ഒന്ന് പറഞ്ഞു പോവാം. നോക്കൂ, ദ ഇയർലി ക്യാപിറ്റൽ ഓഫ് മഗധ. മഗധയുടെ ആദ്യ
തലസ്ഥാനം ഏതായിരുന്നു? രാജഗൃഹയായിരുന്നു കേട്ടോ. രാജഗൃഹയാണ് നമ്മുടെ മഗധയുടെ ആദ്യത്തെ എന്താണ് തലസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ദ ലേറ്റർ ക്യാപിറ്റൽ ഓഫ് മഗധ, മഗധയുടെ പിൽക്കാല തലസ്ഥാനം ഏതാണ്? പിന്നീട് വന്ന തലസ്ഥാനം ഏതായിരുന്നു? പാട്ടലിപുത്ര. ഓക്കെ, പാട്ടലിപുത്ര ആയിരുന്നു രണ്ടാമത് വന്ന തലസ്ഥാനം എന്ന് പറയുന്നത്. അത് ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ മേജർ ആൻഷ്യൻ ടൗൺ സിറ്റുവേറ്റഡ് നിയർ ദ കോസ്റ്റ് ഓഫ് സൗത്ത് ഇന്ത്യ, ദക്ഷിണ ഇന്ത്യയുടെ സമുദ്രതീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു പ്രധാന പ്രാചീന നഗരം ഏതാണ്? ഓക്കേടാ, അപ്പോൾ അതിൻ്റെ ആൻസർ ഏതായിരുന്നു? സുവർണഗിരി ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത നമുക്ക് ചോദ്യം വരുന്നതാണ് ഏത്? ദ മോസ്റ്റ് പവർഫുൾ മഹാജനപദ എന്ന് പറയുന്നത്. ഏറ്റവും ശക്തമായ മഹാജനപദം ഏതായിരുന്നു? അത് നമ്മുടെ മഗധയായിരുന്നു. ഓക്കെ, മഗധയായിരുന്നു ഏറ്റവും ശക്തമായ മഹാജനപദം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഹു അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ദേവപുത്ര. ദേവപുത്ര എന്ന് പറയുന്ന ടൈറ്റിൽ അഡോപ്റ്റ് ചെയ്തത് ആരായിരുന്നു? നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആരാടെ? നമ്മുടെ കുഷാനന്മാരാണ് അല്ലേ, കുഷാനന്മാരാണ് ഉത്തരം വരുന്നത്. ദെൻ അടുത്ത് ഹു ബിൽട്ട് ദ സുദർശന ലേക്ക്, വീണ്ടും റീബിൽട്ട് ചെയ്തത് ആരായിരുന്നു? സുദർശന ലേക്ക് ആരായിരുന്നു? രുദ്രദാമനായിരുന്നു. ഓക്കെ, മലയാള മീഡിയംകാർക്കുള്ളത് പിന്നാലെ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഫസ്റ്റ് കോയിൻസ് ടു ബിയർ ദ നെയിംസ് ആൻഡ് ഇമേജസ് ഓഫ് റൂളേഴ്സ് വെർ ഇഷ്യൂഡ് ബൈ. ഇതൊന്ന് ശ്രദ്ധിച്ചോളണേ. അതായത് നോക്കൂ, നെയിംസും ഇമേജസും റൂളേഴ്സ് രാജാക്കന്മാരുടെ പേരും അതുപോലെ തന്നെ ഇമേജസും ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമായിട്ട് കോയിൻസ് അച്ചടിച്ചിറക്കിയത് ആരായിരുന്നു? ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇൻഡോ ഗ്രീക്സ് ആണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെയിംസും ഇമേജസും വച്ചിട്ട് കോയിൻസ് അച്ചടിച്ചത് ഇൻഡോ ഗ്രീക്സ് ആണ്. എന്നാൽ ആദ്യത്തെ ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തത് ആരാന്ന് ചോദിക്കാറുണ്ട്. ആദ്യത്തെ ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തത് ആരായിരുന്നു? ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തത് അത് നമ്മുടെ കുഷാനന്മാരാണ് കേട്ടോ. കുഷാനന്മാർ. ഇത് രണ്ടും രണ്ട് ചോദ്യമാണ്, ഒന്ന് ഓർത്തിരിക്കുക. ഇത് നമുക്ക് മാറിപ്പോവും അങ്ങോട്ടും ഇങ്ങോട്ടും. നോക്കൂ, റൂളേഴ്സിൻ്റെ നെയിംസും ഇമേജസും വെച്ചിട്ട് അതെ ആദ്യമായിട്ട് കോയിൻസ് ഒക്കെ അച്ചടിച്ച് ഇറക്കിയത് ഇൻഡോ ഗ്രീക്സുകാരാണ്. അതുപോലെ ആദ്യത്തെ സ്വർണ്ണ നാണയങ്ങൾ ഗോൾഡ് കോയിൻസ് അച്ചടിച്ച് ഇറക്കിയത് ആരായിരുന്നു? കുഷാനാസ് ആയിരുന്നു, കുഷാനന്മാരായിരുന്നു. അതൊന്ന് ഓക്കെ ആക്കിക്കൊള്ളണേ. ഓക്കെ, ഇനി അത് അടുത്ത് വരുന്നത് നമ്മുടെ ട്രേസസ് ഓഫ് കനാൽസ് ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം ദ ഇൻ ദ സൈറ്റ് ഓഫ്. എവിടെ നിന്നാണ് നമ്മുടെ കനാലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്? എന്താണ്? ഷോർത്തുഗായ്. ഓക്കെ, അഫ്ഗാനിസ്ഥാനിലെ ഷോർത്തുഗായിൽ നിന്നാണ് എന്ത് ചെയ്തത്? കനാൽസിൻ്റെ ട്രേസസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് നമുക്ക് നോക്കാം. ഏതാണ് വരുന്നത്? ഹസ്തിനപുര എക്സ്കവേഷൻ ഏതാണ്? ആരാണ് ഹസ്തിനപുരയിൽ എക്സ്കവേഷൻ നടത്തിയത്? ബി ലാൽ ആയിരുന്നു. ഓക്കെ, അത് ഓർത്തിരിക്കുക, എപ്പോഴും ചോദിക്കുന്നത്. ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ASI നമ്മൾ ഓൾറെഡി കണ്ടതാണ്, കണ്ണിങ്ഹാം ആണ്. ഇനി ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരതം, മഹാഭാരതത്തിന് ഒരു വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കിയത് ആരായിരുന്നു? VS സൂക്തങ്കാർ ആയിരുന്നു. ക്ലിയർ ആണല്ലോ. ഇനി ഡെസിഫേർഡ് ബ്രഹ്മി ആൻഡ് കരോഷ്ടി, ബ്രഹ്മിയും കരോഷ്ടി ലിപി വായിച്ചെടുത്തത് ആരാണ്? ജെയിംസ് പ്രിൻസപ്പാണ്. ഇത് വളരെ പ്രധാനമാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിൽ നിങ്ങൾ നാളെ കാണും. കാരണം പബ്ലിക് എക്സാമിന് വരെ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ക്രിട്ടിക്കൽ എഡിഷൻ, പിന്നെന്താണ് ഹസ്തിനപുര എക്സ്കവേഷൻ, ബ്രഹ്മി കരോഷ്ടി വായിച്ചത്, ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ എക്സാമുകൾക്കും. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി അടുത്ത് വരുന്ന ഒരു റിലേഷൻ എഴുതാനുള്ള ഒരു ചോദ്യം തന്നെയാണ്. കിതാബ് അൽ ഹിന്ദ് നമുക്കറിയാം ആരാണ്? അൽബിറിനിയാണ്. റിഹ്ല ആരായിരുന്നു? ഇബൻ ബത്തു, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. മകൻ ഒമൻ ദിൽമുൻ ബഹ്റൈനാണ്. കണ്ടോ, അതേപോലെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, പ്രയാഗ പ്രശസ്തി ഹരിസേനയാണ്. നേരത്തെ ഒരു ചോദ്യ പേപ്പറിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് നമ്മൾ കണ്ടായിരുന്നു പ്രയാഗ പ്രശസ്തി. അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണ്? അർത്ഥശാസ്ത്രം എഴുതിയത് നമ്മുടെ അതെ കൗഡില്യനായിരുന്നു കേട്ടോ. കൗഡില്യനാണ് എന്ത് ചെയ്തത്? അർത്ഥശാസ്ത്രം എഴുതിയത് കൗഡില്യ. ഓക്കെ, കൗഡില്യ അല്ലെങ്കിൽ ചാണക്യൻ എന്നും പറയും. ഓക്കെ, കൗഡില്യ. ക്ലിയർ ആണല്ലോ. ഇനി ഗ്രേറ്റ് വെഹിക്കിൾ എന്നറിയപ്പെടുന്നത് മഹായാന ബുദ്ധിസം ആണെങ്കിൽ ലെസർ വെഹിക്കിൾ എന്നറിയപ്പെടുന്ന ഏതാടെ? അതെ, ഹീനയാന ബുദ്ധിസം അല്ലേ. ഹീനയാന ബുദ്ധിസമാണ് ലെസർ വെഹിക്കിൾ എന്ന് അറിയപ്പെടുന്നത്. ഗ്രേറ്റ് വെഹിക്കിൾ മീൻസ് മഹായാന, മീൻസ് ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ മഹത്വം എന്നല്ലേ അർത്ഥം. അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം ഈ ഗ്രേറ്റും മഹാ എന്നുള്ള ഒരു വേർഡ് വെച്ചിട്ട്. ക്ലിയർ ആണല്ലോ. ഇതേ ചോദ്യങ്ങൾ തന്നെ നമുക്ക് മലയാള മീഡിയം കൂടി നിന്ന് നോക്കാം. ദേവപുത്രൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് ആരായിരുന്നു? ആരുടെയും നമ്മുടെ കുഷാനന്മാരാണ് ദേവപുത്രൻ എന്ന് പറയുന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത്. ഇനി സുദർശന തടാകം പുനർനിർമ്മിച്ചത് ആരായിരുന്നു? നമ്മുടെ രുദ്രദാമനാണ്. ഭരണാധികാരികളുടെ പേരും ചിത്രവും ആലേഖനം ചെയ്ത നാണയങ്ങൾ ആദ്യമായി പുറത്തിറക്കിയത് ഇൻഡോ ഗ്രീക്കുകാരാണ്. ഓർക്കുക, ഭരണാധികാരികളുടെ ചിത്രവും അതുപോലെ തന്നെ പേരും ചിത്രവും. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഏതാണ് ആദ്യത്തെ സ്വർണ്ണ നാണയങ്ങളാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ആരാണ്? കുഷാനന്മാരാണ്. അതൊന്ന് ഓർത്തിരിക്കുക, അത് വേറെ ചോദ്യമാണ്. ആദ്യത്തെ സ്വർണ്ണ നാണയം കുഷാനന്മാരും, എന്നാൽ ഭരണാധികാരിയുടെ പേരും ചിത്രമൊക്കെ ആലേഖനം ചെയ്തുള്ള നാണയങ്ങൾ ഇൻഡോ ഗ്രീക്കുകാരുമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഏതാണ്? കനാലിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയ സിന്ധു നദിയുടെ കേന്ദ്രം ഏതായിരുന്നു? നമ്മുടെ ഷോർത്തുഗായ് ആയിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഷോർത്തുഗായ് ആയിരുന്നു.
അടുത്ത് നോക്കിക്കോളൂ, നമ്മുടെ മാച്ച് ദ ഫോളോവിങ്. ഹസ്തിനപുര ഉത്ഖനനം ആരായിരുന്നു നടത്തിയത്? ബി ലാലായിരുന്നു ഹസ്തിനപുരയിൽ ഉത്ഖനനം നടത്തിയത്. ഇനി ASIയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ആരാണ്? കണ്ണിങ്ഹാം ആണ്. മഹാഭാരതത്തിന് വിമർശനാത്മക പതിപ്പ് എഴുതിയത് ആരായിരുന്നു? VS സൂക്തങ്കാരാണ്. ബ്രഹ്മി കരോഷ്ടി ലിപികൾ വായിച്ചെടുത്തത് ജെയിംസ് പ്രിൻസപ്പ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് 4 വളരെ പ്രധാനമാണ്. നമുക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആൻസർ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിട്ട് പോകണം. ഓക്കെ, എവിടെയുണ്ട് നമ്മുടെ റിലേഷൻ എഴുതാനുള്ള ചോദ്യം? കിതാബ് അൽ ഹിന്ദ് അൽബറൂണിയാണ്. റിഹ്ല എഴുതിയത് ഇബൻ ബത്തൂത്ത. ഓക്കെ, ഇനി മകൻ ഒമാനാണ്. ദിൽമുൻ എന്ന് പറയുന്നത് ഏതാണ്? ബഹ്റൈൻ ആണ്. ഓക്കെ, ഇനി പ്രയാഗ പ്രശസ്തി ഹരിസേനനാണ്. അർത്ഥശാസ്ത്രം എഴുതിയത് ആരായിരുന്നു? കൗഡില്യൻ ആണ് കേട്ടോ. കൗഡില്യൻ. ഇങ്ങനെയാണോ കൗഡില്യൻ എന്ന് എഴുതുന്നത്? കൗഡില്യനാണ്. ഓക്കെ, എന്തായാലും കൗഡില്യൻ അത് ഓർത്തിരിക്കുക. അർത്ഥശാസ്ത്രം കൗഡില്യനാണ് എഴുതിയത്. വലിയ വാഹനം അല്ലേ? വലിയ വാഹനം എന്നറിയപ്പെടുന്ന മഹായാനമാണെങ്കിൽ ചെറിയ വാഹനം എന്നറിയപ്പെടുന്ന ഏതാണ്? ഹീനയാനം അല്ലേ? ഹീനയാനമാണ് ചെറിയ വാഹനം എന്നറിയപ്പെടുന്നത്. ഓക്കെ, വലുത് മഹാ എന്നുള്ളത് നമ്മൾ കണക്ട് ചെയ്യുക അവിടെ, ചെറുത് ഹീനയാനം, അങ്ങനെയുള്ളൂ, അത്രയേ ഉള്ളൂ. വേറൊരു ചോദ്യ പേപ്പറിലൂടെ നമുക്ക് നോക്കാം. ഏതാണ്? ദ ഹാരപ്പൻ സൈറ്റ് ഫ്രം വേർ ദ എവിഡൻസ് ഓഫ് വാട്ടർ റിസർവ്. കണ്ടോ, ഇത് നമ്മൾ കണ്ട ചോദ്യം തന്നെയാണ്. വാട്ടർ റിസർവ് വേറെ ജലസംഭരണി നമുക്കറിയാം ഏതായിരുന്നു? ധൊളവീരയായിരുന്നു. ഇനി അടുത്ത് നമുക്ക് വരുന്നതാണ് ഇത് കണ്ടില്ലല്ലോ. എ ടെറാക്കോട്ട മോഡൽ ഓഫ് പ്ലവ്ഷെയർ വാസ് അൺഎർത്ത്ഡ് ഫ്രം. ഓക്കെ, കലപ്പയുടെ കളിമൺ രൂപം കണ്ടെത്തിയ ഹാരപ്പൻ നഗരം ആക്ച്വലി ബനവാലിയാണ് കേട്ടോ. ബനവലി ഉണ്ട്, പിന്നെ കോളിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കൂടിയുണ്ട്. ഓക്കെ, ബനവലി എന്ന് പറയുന്നത് ഇന്നത്തെ ഹരിയാനയാണ്. ഞാൻ പറഞ്ഞു കോളിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. ഓക്കെ, രണ്ട് പേര് നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ ഓപ്ഷനിൽ ബനവലി ഉള്ളതുകൊണ്ട് ഇത് മാത്രം നമുക്ക് ടിക്ക് ചെയ്താൽ മതി. ഇൻ ദ ഹാരപ്പൻ സിവിലൈസേഷൻ എവിഡൻസ് ഓഫ് കനാൽ നമ്മൾ ഓൾറെഡി കേട്ടതായിരുന്നു. ഏതാണ്? ഷോർത്തുഗായാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത വേറൊരു ചോദ്യം. ദ ഗ്രേറ്റ് ബാത്ത് എക്സിസ്റ്റഡ് അറ്റ്. സിന്ധു നാഗരികതയിൽ മഹാസ്നാനഘട്ടം നിലനിന്നിരുന്നത് എവിടെയായിരുന്നു? ഓക്കെ, എവിടെയായിരുന്നു? മോഹൻജദാരോയിലായിരുന്നു അല്ലേ? മോഹൻജദാരോയിലായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ റിലേഷൻ വന്നിട്ടുള്ള ചോദ്യം തന്നെയാണ്. നോക്കിക്കോളൂ. കിതാബ് അൽ ഹിന്ദ് അൽബറണി റിഹ്ല ഇബൻ ബത്തൂത്ത. ട്രാവർണിയർ ഫ്രാൻസ് ഇതുമായിട്ട് പോർച്ചുഗീസുകാരനാണ്. ഇനി എയ്ൻ അക്ബർ അബുൽ ഫസൽ ട്രാവൽസ്. ഇത് 3 നമ്മൾ എന്ത് ചെയ്തതാണ്? ഓൾറെഡി നമ്മളൊരു ചോദ്യ പേപ്പറിൽ കണ്ടു. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക എന്തുമാത്രം പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഡിവോട്ടീസ് വിഷ്ണുവിനെ ആരാധിക്കുന്നവരാണ്, വിഷ്ണു ഭക്തരാണ് ആൾബാരന്മാർ അല്ലേ? അപ്പോൾ ശിവനെ ആരാധിക്കുന്നവരാരായിരിക്കും? ഡിവോട്ടീസ് ഓഫ് ശിവ നായനാസ് ആണ് അല്ലേ? നായനാസ് ആണ് എന്ത്? ശൈവ ഭക്തർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നോക്കിക്കോളൂ. നെയിം ദ സ്കോളർ ഹു പ്രിപ്പയർഡ് ക്രിട്ടിക്കൽ എഡിഷൻ. വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കിയത് ആരായിരുന്നു? നമ്മൾ നേരത്തെ കണ്ടതാണ് VS സൂക്തങ്കർ ആയിരുന്നു. VS സൂക്തങ്കർ. ഇനി ഇത് നോക്കിക്കോളൂ, ഇത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഈ വിച്ച് ശതവാഹന റൂളർ അഡോപ്റ്റഡ് ദ ടൈറ്റിൽ ഏകബ്രാഹ്മണൻ എന്ന പേര് സ്വീകരിച്ച ശതവാഹന ഭരണാധികാരി ആരാണ്? ഒരു നീണ്ട പേരാണ്, പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്, പേര് കൂടിയാണ്. ഇതാണ് നമ്മുടെ ആൻസർ. എന്താണ് ആളുടെ പേര്? ബ്രാഹ്മണൻ എന്ന് പറയുന്ന പേര് സ്വീകരിച്ച ശതവാഹന ഭരണാധികാരി എന്ന് പറയുന്നത് ഗോതമി പുത സിരി സദകാനി എന്നുള്ളതാണ് കേട്ടോ. ആളുടെ പേരാണ് എന്ത്? ഗോതമി പുത സിരി സദകാനി എന്ന് പറയുന്നത് കേട്ടോ. ഗോതമി പുത സിരി സദകാനി വളരെ പ്രധാനപ്പെട്ടതാണ്. ഏകബ്രാഹ്മണ അഥവാ ഇംഗ്ലീഷിൽ നമുക്ക് വേറൊരു ടേം പറയാം, യൂണിക് ബ്രാഹ്മണ. ഓക്കെ, ബ്രാഹ്മണ എന്നും പറയാം, യൂണിക് ബ്രാഹ്മണ. ഓക്കെ, ആ ഒരു ടൈറ്റിൽ സ്വീകരിച്ച ഒരു ശതവാഹന ഭരണാധികാരിയാണ് ആര്? ഗോതമി പുത സിരി സദകാനി എന്ന് പറയുന്നത്. ഇനി ഇവരെ കുറിച്ചിട്ട് വേറൊരു ചോദ്യം കൂടി ചോദിക്കാൻ ചാൻസ് ഉള്ളത്, എ ഡിസ്ട്രോയർ ഓഫ് ദ പ്രൈഡ് ഓഫ് ക്ഷത്രിയാസ് എന്ന് എന്താ പറയുക ആഹ്വാനം ചെയ്ത ഭരണാധികാരി ആരെന്ന് ചോദിക്കാം. അത് ക്ഷത്രിയന്മാരുടെ പ്രൗഢിയെ തകർക്കുന്നവർ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് നമുക്ക് ചോദിക്കാം. ഡിസ്ട്രോയർ ഓഫ് ദ പ്രൈഡ് ഓഫ് ക്ഷത്രിയാസ്, ക്ഷത്രിയന്മാരുടെ പ്രൈഡ് അല്ലെ, അവരുടെ ഒരു അന്തസ്സിനെ തകർക്കുക അല്ലെങ്കിൽ പ്രൗഢിയെ തകർക്കുന്ന ആൾ എന്നറിയപ്പെടുന്നതും ഗോതമി പുത സിരി സദകാനിയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈ പേര് ഇതുപോലെ അങ്ങ് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. യൂണിക് ബ്രാഹ്മണ അല്ലെങ്കിൽ ഏക ബ്രാഹ്മണൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഗോതമി പുത സിരി സദകാനിയാണ്. ഇനി നമ്മൾ നേരത്തെ കണ്ട ചോദ്യം തന്നെയാണ്. എന്താണ് സുദർശന ലേക്ക് പുതുക്കി പണിതത് ആരായിരുന്നു? നമുക്കറിയാം ആരായിരുന്നു? രുദ്രദാമനായിരുന്നു. കുന്തിയോ നിഷാദി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് എഴുതിയത് മഹാശ്വേത ദേവിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ.
ഇനി ഇതാ ഇവിടെ മാപ്പിന് ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ബർത്ത് പ്ലേസ് നമുക്കറിയാം ലുംബിനിയാണ്. പിന്നെ ഫസ്റ്റ് ആദ്യത്തെ പ്രബോധനം നടത്തിയത് സാരനാഥാണ്. പിന്നെ നമുക്കറിയാം എന്താണ് ബോധോദയം നേടിയത്, ബുദ്ധൻ കൈവല്യം നേടിയ സ്ഥലം എന്ന് പറയുന്നത് ബോധ്ഗയ. ഇനി നമ്മൾ കാണാത്തൊരു ചോദ്യമുണ്ട്, അതിനാണ് ഞാൻ ഈ ഒരു സെക്ഷൻ എടുത്തത്. ദ സൈറ്റ് വേർ എ സ്തൂപ പ്രൊട്ടക്റ്റഡ് ബൈ സുൽത്താൻ ജഹാൻ ബീഗം. അല്ലേ, എന്താണ് സുൽത്താൻ ജഹാൻ ബീഗം സംരക്ഷിച്ച ബുദ്ധ സ്തൂപം ഏത് സ്ഥലത്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏതാണ്? നമ്മുടെ സാഞ്ചി, അല്ലേ, സാഞ്ചിയാണ് വരുന്നത്. സാഞ്ചി എന്ന് പറയുമ്പോൾ സാഞ്ചി സ്തൂപം. ഓക്കെ, സാഞ്ചി സ്തൂപമാണ് സുൽത്താൻ ജഹാൻ ബീഗവും അതുപോലെ തന്നെ ഷാജഹാൻ ബീഗവും ഒക്കെ ചേർന്ന് സംരക്ഷിച്ച ഒരു സ്തൂപമാണ് സാഞ്ചി എന്ന് പറയുന്നത്. ദെൻ ഇത് എവിടെ വരുന്നു? ഭോപ്പാലിലാണ് വരുന്നത്. ഭോപ്പാൽ. ഓക്കെ, ഭോപ്പാലിലാണ് വരുന്നത്. ഓക്കെ, ഭോപ്പാൽ. ക്ലിയർ ആണല്ലോ. ചോദ്യ പേപ്പറിൽ കുറച്ച് ട്രിക്കി ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു മാച്ച് ദ ഫോളോവിങ് ആണ് ഈ കാണുന്നത് എന്ന് പറയുന്നത്. ഇത് നോക്കൂ, മഹാവീരൻ, അല്ലേ, മഹാവീരൻ ഏത് വരും? മഹാവീരൻ നമുക്കറിയാം 24th തീർത്ഥങ്കരനാണ്, അല്ലേ. മഹാവീര 24ാമത്തെ തീർത്ഥങ്കരനാണ് മഹാവീര. ഇനി ഫസ്റ്റ് സെർമൺ ഓഫ് ബുദ്ധ അതവിടെ കിടക്കട്ടെ തൽക്കാലം. ത്രിപീഡക അതും അവിടെ കിടക്കട്ടെ. ഋഷഭദേവ നോക്കിയേ, ഋഷഭദേവ എന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റ് തീർത്ഥങ്കരൻ, അല്ലേ. ഒന്നാമത്തെ തീർത്ഥങ്കരനാണ് ആര്? ഋഷഭദേവ എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു, ഡയറക്റ്റായിട്ട് അവിടെ വന്നു. ഓക്കെ, മഹാവീരൻ 24th തീർത്ഥങ്കരനാണ്. നമ്മുടെ എന്താണ് ഋഷഭദേവ ഒന്നാമത്തെ തീർത്ഥങ്കരനാണ്. പക്ഷെ നോക്ക്, വേറെ രണ്ടെണ്ണം കിടപ്പുണ്ടല്ലോ. ഏതൊക്കെയാണ്? നമ്മുടെ ത്രിപീഡകയും അതുപോലെ തന്നെ ഏതുവാണുള്ളത്? ഫസ്റ്റ് സെർമൺ ഓഫ് ബുദ്ധ. ഫസ്റ്റ് സെർമൺ ഓഫ് ബുദ്ധ എവിടെ? ആൻസർ വരുന്നത് ഏതാണെന്ന് വെച്ചാൽ ബുദ്ധൻ്റെ ആദ്യ പ്രഭാഷണം വരുന്നത് ധർമ്മചക്രപ്രവർത്തന, അതാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ധർമ്മചക്രപ്രവർത്തന അതാണ് ബുദ്ധൻ്റെ ഫസ്റ്റ് സെർമൺ എവിടെ റിലേഷൻ വരുന്നത്. ഇനി ത്രിപീഡകം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഒരു ബുദ്ധിസ്റ്റ് ലിറ്റററി വർക്കാണ്. അതായത് ബുദ്ധമത സാഹിത്യമാണെന്ത് ത്രിപീഡകം എന്ന് നമ്മൾ പറയുന്നത്. അതൊരു ടെക്സ്റ്റ് ബുക്കാണ് ത്രിപീഡകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വച്ചേക്കാം. ഇനി അതുപോലെ ഹു അനൗൺസ് ദ ഡിസ്കവറി ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ടു ദ വേൾഡ്? ഹാരപ്പൻ സംസ്കാരത്തെ പറ്റി എന്താണ് ലോകത്തോട് പ്രഖ്യാപനം നടത്തിയത് ആരായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആരാടെ? ജോൺ മാർഷലാണ് ഉത്തരമായി വരുന്നത്. ജോൺ മാർഷൽ. ഓക്കെ, അത് പഠിച്ചു വെച്ചേക്കാം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇൻ വിച്ച് ഹാരപ്പൻ സൈറ്റ് ദ വാട്ടർ റിസർവേ നമുക്കറിയാമല്ലോ. ഏതാണ്? ഏതാണ്? ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മുദ്ര രാക്ഷസം എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഹു റോട്ട് ദ വർക്ക് മുദ്ര രാക്ഷസം? ഓക്കെ, ആരാടെ? വിശാഖദത്തനാണ് നമ്മുടെ എന്ത് വരുന്നത് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്? വിശാഖദത്തനാണ് മുദ്ര രാക്ഷസം എന്ന് പറയുന്ന ആ ഒരു കൃതി എഴുതിയത്. ഇവിടെ ഒരു 3 കൃതികൾ നമ്മൾ പഠിക്കണം കേട്ടോ, രണ്ടാമത്തെ പാഠമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന് ഇതാണ് മുദ്ര രാക്ഷസം, വിശാഖദത്ത. ഓക്കെ, രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച കൗടില്യ അഥവാ ചാണക്യൻ്റെ അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. ഇനി വേറെ ഒരെണ്ണം കൂടി ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, മെഗസ്തനീസ് എഴുതിയ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതാണ് ഇൻഡിക്ക എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഏതാണ് ഞാൻ പറഞ്ഞത്? മെഗസ്തനീസ്. ഓക്കെ, മെഗസ്തനീസ് എഴുതിയ ഇൻഡിക്ക, മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ആരുടേതായിരുന്നു? മെഗസ്തനീസിൻ്റേതായിരുന്നു ഇൻഡിക്ക എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പോൾ ഈ 3 വർക്കുകൾ നിങ്ങൾ പഠിക്കാം. മുദ്ര രാക്ഷസം, വിശാഖദത്ത, മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക, കൗടില്യൻ്റെ അർത്ഥശാസ്ത്ര. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചോദിക്കും. നമ്മൾ നേരത്തെ കണ്ട ഒരു പേരാണല്ലോ ഗൗതമി പുത സിരി സതകാനി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭരണാധികാരിയുടെ ഡൈനാസ്റ്റി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏത് രാജവംശമാണ് അവരെന്ന് പറയുന്നത്? ശതവാഹനന്മാരാണ്, അല്ലേ. ശതവാഹനാസാണ് ഗൗതമിപുത്ര സിരി സതകാനി എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ നമുക്കറിയാം സുദർശനാലേഖ രുദ്രദാമനാണ്. നമ്മളിപ്പോൾ പഠിച്ച 1 വേർഡ്സിനോടൊപ്പം കുറച്ചുകൂടി 1 വേർഡ്സ് നമ്മൾ നോക്കാനായിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഗ്രെയിൻസിൻ്റെ അവശിഷ്ടങ്ങൾ, ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാറുണ്ട്. അത് നമ്മുടെ ഹാരപ്പൻ സൈറ്റുകളാണ്. ഓക്കെ, ഇനി അടുത്ത മില്ലറ്റ്സ് എവിടെ നിന്നാണ് കിട്ടിയത്? മില്ലറ്റുകൾ ഗുജറാത്തിൽ നിന്നാണ് നമുക്ക് മില്ലറ്റിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ റൈസ്, അല്ലേ, അരി എവിടെ നിന്നായിരുന്നു? ലോഥലിൽ നിന്നായിരുന്നു റൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി പ്ലഫ്ഡ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഉഴുതനിലം. ഓക്കെ, അതിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയത് കലിബംഗൻ. ഓക്കെ, രാജസ്ഥാനാണ് കലിബംഗൻ. സോ കലിബംഗനിൽ നിന്നാണ് പ്ലഫ്ഡ് ഫീൽഡിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ എവിടെയൊന്നും പറയാത്ത 2 ചോദ്യങ്ങളാണ്. നോക്കൂ, ബീഡ് മേക്കിങ്ങും ഷെൽ കട്ടിങ്ങും, അതായത് മുത്ത് നിർമ്മാണം, ഇങ്ങനെയുള്ള ചില ക്രാഫ്റ്റ് പ്രൊഡക്ഷൻസ് ഒക്കെ ചെയ്തിരുന്ന സൈറ്റുകളാണ്
സൈറ്റാണ് ചാൻഹുദാരോ എന്ന് പറയുന്നത്. ഓക്കെ, ചാൻഹുദാരോ എന്ന് പറയുമ്പോൾ അവിടെ ഫേമസ് ആയിരുന്നത് എന്താണെന്ന് അറിയാവോ? നമ്മുടെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ്റെ ഒരു ഫേമസ് സെൻറ്റർ ആയിരുന്നു ഈ പറയുന്ന ചാൻഹുദാരോ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ബീഡ് മേക്കിംഗ്, ഷെൽ കട്ടിംഗ്, മെറ്റൽ വർക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ക്രാഫ്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ ഈ ചാൻഹുദാരോ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അരങ്ങേറിയിരുന്നത്. ഇനി അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷെല്ല്. ഓക്കെ, ഷെൽ ഒബ്ജക്ട്സുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എവിടെ നിന്നായിരുന്നു? നാഗേശ്വറിൽ നിന്നും അതുപോലെ തന്നെ ബലാക്കോട്ടിൽ നിന്നുമായിരുന്നു. ഓക്കെ, നാഗേശ്വർ ബലാക്കോട്ടിൽ നിന്നാണ് എന്ത് കിട്ടിയത്? ഷെൽ ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നോക്കൂ, ഇൻ ഹാരപ്പ വിച്ച് റീജൻ ഈസ് സ്യൂട്ടബിൾ ഫോർ കോപ്പർ? ഹാരപ്പൻ സിവിലൈസേഷനിൽ നമ്മുടെ കോപ്പർ അല്ലെ, ചെമ്പ് കൊണ്ടുവരുന്ന സ്ഥലത്തെ പറ്റി പറയുന്നുണ്ട്. ഏത് സ്ഥലത്തു നിന്നാണ് അന്ന് അവർ കോപ്പർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? രാജസ്ഥാനിൽ നിന്നായിരുന്നു. രാജസ്ഥാനിലെ കേത്രി റീജണിൽ നിന്നായിരുന്നു അവർ അന്ന് ചെമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാൻ കേത്രി പ്രദേശമാണ് കേട്ടോ, കേത്രി റീജിയനാണ്, ഓർത്തിരിക്കുക. ഇത് എന്താ പറയുക, വൺ വേർഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇടയ്ക്കൊക്കെ. ഇനി അതുപോലെ തന്നെ ഹാരപ്പൻസ് ബ്രോട്ട് കോപ്പർ ഫ്രം ഡാഷ്. ഹാരപ്പൻകാർ ഈ കോപ്പർ, ചെമ്പ് അവർ ഒരു വിദൂര സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് അകത്ത് തന്നെയുള്ള ഒരു പ്രദേശമല്ലേ. അതുപോലെ തന്നെ ഈ കോപ്പർ പുറത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഒമാൻ എന്ന് പറയുന്നത് കേട്ടോ, ഒമാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്ത് ചെയ്യുക, ഈ രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഒമാൻ എന്ന് പറയുന്നത്. അകത്ത് തന്നെ നമ്മുടെ ഇന്ത്യക്ക് അകത്തുനിന്ന് തന്നെ കിട്ടിയ ഒരു സ്ഥലമാണ് രാജസ്ഥാൻ. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് സീൽസ് വെയർ മെയ്ഡ് ഓഫ് എ സോഫ്റ്റ് സ്റ്റോൺ കോൾഡ് ഡാഷ്. നമ്മുടെ സീലുകളെ പറ്റി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ സീലുകളൊക്കെ ഉണ്ടാക്കിയത് ഒരു സോഫ്റ്റ് സ്റ്റോൺ വെച്ചിട്ടായിരുന്നു. ആ ഒരു കല്ലിൻ്റെ പേരാണ് സ്റ്റീറ്റൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, വൺ വേർഡ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക, സ്റ്റീറ്റൈറ്റ് എന്ന് പറയുന്നത്. സീൽസ്, സ്റ്റീറ്റൈറ്റ്. ഓക്കെ, ഇനി അതുപോലെ ചിലപ്പോൾ ചോദിക്കാം ഫൗണ്ടർ ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി, ഗുപ്ത സാമ്രാജ്യം അല്ലേ, ആരായിരുന്നു ഉണ്ടാക്കിയത്? ഫൗണ്ടർ ആരായിരുന്നു? ശ്രീഗുപ്തനായിരുന്നു. ശ്രീഗുപ്തനാണ് ഫൗണ്ടർ ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഹൂ കമ്പയർഡ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്? നമ്മുടെ ഈസ്റ്റ്, അതായത് 5ാമത്തെ പാഠത്തിലുള്ള ഒരു ചോദ്യമാണ്. അതായത് എന്താ പറയുക, കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിച്ച യാത്രകൻ ആരായിരുന്നു? ഫ്രാൻകോയ്സ് ബെർണിയർ എന്നാണ്. ഓക്കെ, ബെർണിയർ ആയിരുന്നു ഈസ്റ്റിനെയും വെസ്റ്റിനെയും കമ്പയർ ചെയ്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ നേരത്തെയും കണ്ടായിരുന്നു. 1ാമത്തെ തീർത്ഥങ്കരൻ എന്ന് പറയുന്നത് ഋഷഭദേവ, 23ാമത്തെ തീർത്ഥങ്കരൻ എന്ന് പറയുന്നത് പാർശ്വാനന്ദയാണ്, പാർശ്വാനന്ദ. 24ാമത്തെ തീർത്ഥങ്കരൻ എന്ന് പറയുന്നത് മഹാവീരനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ മഹാവീരൻ ജനിച്ചത് കുന്ദഗ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഓക്കെ, വൈശാലിക്കടുത്തെ കുന്ദഗ്രാമത്തിലാണ് ആര് ജനിക്കുന്നത്? മഹാവീരൻ ജനിക്കുന്നത്. അതുപോലെ തന്നെ മഹാവീരൻ മരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപുരി ആയിരുന്നു, പാവപുരി. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. നമ്മൾ ബുദ്ധൻ്റെ ജനനസ്ഥലവും മരണസ്ഥലവും ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അതുപോലെ തന്നെ മഹാവീരൻ ജനിച്ചതാണ് കുന്ദഗ്രാമം, അതുപോലെ തന്നെ മരിച്ചത് പാവപുരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി അടുത്ത 6ാമത്തെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം വൺ വേർഡുകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഹൂ ഫൗണ്ടഡ് ചിഷ്ടി സിൽസില? ഓക്കെ, നമ്മൾ ഒരു കാര്യം കൂടി പറയട്ടെ, 6ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള വൺ വേർഡ്സ് ഒന്നും നമ്മൾ അധികം ഓണം എക്സാമിന് കണ്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ 6ാമത്തെ ചാപ്റ്ററൊക്കെ എന്താ പറയുക, ആ വർഷങ്ങളിൽ ഇല്ലായിരുന്നു, അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ വർഷം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യും, അത്യാവശ്യം ചോദ്യങ്ങൾ വൺ വേർഡ്സ് ആയിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഹൂ ഫൗണ്ടഡ് ചിഷ്ടി സിൽസില? ചിഷ്ടി സിൽസില ഫൗണ്ട് ചെയ്തത് ആരായിരുന്നു? ഖ്വാജ മൊയിനുദ്ദീൻ ചിഷ്ടിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വൺ വേർഡ് ആണ് കേട്ടോ. ചിഷ്ടി സിൽസില ഫൗണ്ട് ചെയ്തത് ആരായിരുന്നു? ഖ്വാജ മൊയിനുദ്ദീൻ ചിഷ്ടി ആയിരുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ചിഷ്ടി സിൽസില ഹാഡ് എ ബിഗ് ഹോൾ കോൾഡ്. ഓക്കെ, നമ്മുടെ ചിഷ്ടി സിൽസിലയ്ക്ക് ഈ സിൽസില എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അല്ലേ, നമ്മുടെ സൂഫിസത്തെ പല പല ഓർഡറുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സിൽസില എന്ന് പറയുന്നത്. അപ്പോൾ ചിഷ്ടി സിൽസിലയ്ക്ക് ഒരു വലിയ ഹാൾ ഉണ്ടായിരുന്നു അല്ലേ. ആ ഹാളിന് നമ്മൾ പറയുന്ന പേരാണ് ജമാഅത്ത് ഖാന എന്ന് പറയുന്നത്. ഈ ജമാഅത്ത് ഖാന എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഖാന എന്താണെന്നുള്ളത് ഒരു 1-2 വരിയിൽ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വായിച്ച് പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് ഹു ഈസ് നോൺ ആസ് ഗരീബ് നവാസ്. ഗരീബ് നവാസ് എന്ന് അറിയപ്പെടുന്ന സൂഫി ആരാന്നുള്ളത്? ഖ്വാജ മൊയിനുദ്ദീൻ ആണ് എന്ത് ചെയ്തത്? ഗരീബ് നവാസ് എന്ന് അറിയപ്പെടുന്ന സൂഫി എന്ന് പറയുന്നത്. ഗരീബ് നവാസിൻ്റെ അർത്ഥം കംഫർട്ടർ ഓഫ് ദ പുവർ എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗരീബ് നവാസ് എന്നറിയപ്പെടുന്നത് ഖ്വാജ മൊയിനുദ്ദീൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സൂഫിയുടെ ടോംബ് അല്ലെ, ആ ശവക്കല്ലറേനെ നമ്മൾ എന്ത് പറയാറുണ്ട്? ദർഗ എന്ന് പറയാറുണ്ട്. ഇനി ഹു വാസ് ദ ഫസ്റ്റ് റൂളർ ഹു വിസിറ്റഡ് സൂഫീസ് ഗ്രേവ്? നമ്മുടെ സൂഫിയുടെ എന്താ പറയുക, ഗ്രേവിലോട്ട് മീൻസ് ശവക്കല്ലറ, ആ ഒരു ശവപ്പറമ്പിലോട്ട് വിസിറ്റ് ചെയ്ത
ആദ്യത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആയിരുന്നു. അതൊന്ന് വായിച്ചു വെച്ചേക്കാം. ഇനി ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കേട്ടോ, ഒരു വൺ വേർഡ് ആണ്. നോക്കൂ, ഹൂ കമ്പോസ്ഡ് പത്മാവത്. പത്മാവത് മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദീപിക പദുക്കോണിന്റെ. അതെ, നമ്മുടെ പത്മാവത് സിനിമയല്ല, അതൊരു എന്താ പറയുക, ഒരു സ്റ്റോറി ആയിരുന്നല്ലോ, ലവ് സ്റ്റോറി അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റോറി എഴുതിയത് ആരാന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു സ്റ്റോറിനെയാണ് ആക്ച്വലി എന്താക്കിയത്, സിനിമയാക്കി മാറ്റിയത്. ഓക്കെ, അപ്പോൾ പത്മാവത് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി കമ്പോസ് ചെയ്തത് മാലിക് മുഹമ്മദ് ജായസി ആയിരുന്നു കേട്ടോ. മാലിക് മുഹമ്മദ് ജായസിയാണ് പത്മാവത് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി എഴുതിയത്. ആരാണ്? മാലിക് മുഹമ്മദ് ജായസിയാണ്. ക്ലിയർ അല്ല? അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലുറിനാമീസ് അഥവാ ലല്ലബീസ് എന്ന് പറയുന്നത് എന്താണ്? താരാട്ട് പാട്ടാണ്. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി വെഡ്ഡിങ് സോങ്സിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് ഷാദിനാമ എന്ന് പറയുന്നത്. വെഡ്ഡിങ് സോങ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കല്യാണ സമയത്ത് പാടുന്ന പാട്ടുകൾ അല്ലേ. ആ ഒരു എന്താ പറയുക, ആ പാട്ടുകളെയാണ് നമ്മൾ ഷാദിനാമ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് ഷോർട്ട് പോയംസ്. ഷോർട്ട് പോയംസ് മീൻസ് ചെറിയ ചെറിയ കവിതകളെ നമ്മൾ പറയുന്ന പേരാണ് ദഖണി എന്ന് പറയും. ദഖണി എന്ന് പറയും. ഓക്കെ, ഇതൊക്കെ നമ്മുടെ 6ാമത്തെ പാഠത്തിലുള്ള ഓരോ ടേംസുകളാണ് കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ലുറിനാമീസ്, ലല്ലബീസ് താരാട്ട് പാട്ട്, വെഡ്ഡിങ് സോങ്സ് ആണ് ഷാദിനാമ, ചെറിയ ചെറിയ പോയംസിന് ദഖണി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് +2 ഇംഗ്ലീഷ് എക്സാമിന് ഓണപരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട വൺ വേർഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആദ്യത്തെ 6 ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വൺ വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, കുറച്ച് ലെന്തിയാണ് വീഡിയോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളുടെ ഒരു വീഡിയോ, ഒരു 30 മിനിറ്റിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മാപ്പിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.